ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കപ്പ് കേക്കാണ്. അപ്പം കപ്പ് കേക്ക് എന്ന് പറയുമ്പം നമ്മൾ ചെറിയ കപ്പിൽ ഉണ്ടാക്കുന്ന കേക്കിനാണ് കപ്പ് കേക്ക് എന്ന് പറയുന്നത്, അല്ലേ? അതിനകത്ത് ഇപ്പം നമുക്കത് നമ്മൾ കാപ്പിയൊക്കെ കുടിക്കുന്ന, ചായയൊക്കെ കുടിക്കുന്ന പോലത്തെ ഇതുപോലത്തെ കപ്പിനകത്ത് വേണമെങ്കിൽ നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് വേറെ ലെവലാണ്. മീൻസ് അത് നമ്മൾ ടീ കപ്പ് കേക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ വീട്ടിലൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് സാധാരണ ചെറിയ കടലാസിൻ്റെ കപ്പുകൾ കിട്ടും നമുക്ക് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ആ കടലാസിൻ്റെ ആ പേപ്പർ ഇത് വെച്ചിട്ടാണ് നമ്മൾ കപ്പ് കേക്കുകൾ ഉണ്ടാക്കുന്നത്. ഇനി ആ കപ്പ് കേക്ക് ഇന്ന് നിങ്ങളെ ഞാൻ 3 ടൈപ്പ് കപ്പ് കേക്ക് കാണിക്കുന്നുണ്ട്. ഈ കപ്പ് കേക്കിൻ്റെ മോൾഡുകൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന കടകളിൽ ചോദിച്ചാൽ കിട്ടും. ഇതുപോലെയൊക്കെ പല ടൈപ്പിലുള്ള ഇത് പേപ്പറാണ്, ഉണ്ടോ? ഇങ്ങനെ നമ്മുടെ ഈ പാച്ച്മെൻറ്റ് പേപ്പർ പോലത്തെ പേപ്പറാണ്. അത് ഇങ്ങനെ ഷേപ്പിൽ അവർ മുറിച്ച് ഇങ്ങനെ ഇതിലാക്കിയേക്കുന്നത്. ഇതൊരു പ്രത്യേക ടൈപ്പാണ്. ഇതുപോലത്തെ കപ്പ് കേക്കിൽ നമ്മൾ കപ്പ് കേക്കിൻ്റെ ടിന്നുണ്ടല്ലോ, കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന ടിന്നുകളുണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ ഇത് കിട്ടും. ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഇത് സിലിക്കണിൻ്റെ കപ്പിനകത്താണെങ്കിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇത് ഓരോ തുളയിലും ഇങ്ങനെ ഇത് നല്ല ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി ഓയിൽ തടവിയിട്ട് നമുക്ക് ബാറ്റർ ഒഴിക്കാം. അങ്ങനെയാണ് നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി അതല്ലാതെ ഇത് കണ്ടോ, ഇത് ഇങ്ങനത്തെ സാധനം നമുക്ക് കിട്ടും. ഇത് നമുക്ക് കിട്ടുന്നത് ഓൺലൈനിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ കടകളിൽ പോയാലും നമുക്ക് കിട്ടും, ബേക്ക് ഷോപ്പിലൊക്കെ പോയാൽ കിട്ടും. ഇപ്പോൾ ഇത് 6 12 ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓവൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ഓവനിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് ഉണ്ടാക്കാം. ഇത് നമുക്ക് സെയിൽ ചെയ്യാനും വളരെ എളുപ്പമാണ്. കേക്കുകളിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കപ്പ് കേക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ടൈപ്പ് കപ്പുകളാണ് ഇതും സിലിക്കണിൻ്റെയാണ്. ഇതിനകത്താണെങ്കിലും നമ്മൾ പേപ്പർ വയ്ക്കും കേട്ടോ. ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പം ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന ആ പേപ്പറോട് കൂടി തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു സ്റ്റൈല്. അപ്പോൾ നമ്മളിത് സിലിക്കണിൻ്റെ ഇതുപോലത്തെ മോൾഡുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ മോൾഡുകളാണെങ്കിൽ നമുക്കൊരു പ്ലേറ്റിൽ ഇതിപ്പം ഒട്ടും ഇങ്ങനെ ഇതായി പോയില്ല. അപ്പോൾ ഇതിങ്ങനെ പേപ്പറിൽ നമ്മൾ പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാവ് ഒഴിക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ വിടർന്നു പോകും. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഇങ്ങനത്തെ മോൾഡിനകത്ത് വയ്ക്കുന്നത്. മോൾഡിനകത്ത് വയ്ക്കുമ്പം അത് അതിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഇരുന്നോളും. മനസ്സിലായോ? ഇപ്പോൾ ഇതിനകത്താണേലും ഇത് നമുക്കൊട്ടും അങ്ങനെ ഇതായി പോകത്തില്ല. ഇത് നമുക്ക് ഒട്ടും അങ്ങനെ പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മോൾഡിൽ നമുക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ബാറ്റർ ഒഴിക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അരപ്പാത്രം മാത്രമേ വരാൻ പാടുള്ളൂ. കാരണം അത് പൊങ്ങി നിറഞ്ഞ് മോളി വരെ എത്തും. അപ്പം അതിന് മുകളിലോട്ട് വൃത്തികേടായിട്ട് നിൽക്കും. അപ്പം ഇത്രയും വരെ നിൽക്കുന്നതാണ് എപ്പോഴും അതിൻ്റെ ഭംഗി. അതുകൊണ്ട് അരപ്പാത്രം ഇതിന് അപ്പോൾ നമുക്കൊരു സ്പൂൺ കൊണ്ട് നോക്കിയാൽ അറിയാൻ പറ്റും എന്തോരം ഇത് ഒഴിക്കണമെന്ന്. ഇപ്പം നമ്മൾ ഓരോ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുമ്പം അതിൻ്റെ അടുത്ത് നമ്മൾ വേറൊരു സ്പൂണും കൂടെ വെച്ച് അതൊന്ന് വടിച്ച് കളഞ്ഞ് ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് താഴെ അതിൻ്റെ ആ പാത്രത്തിൻ്റെ സൈഡിലൊന്നും പറ്റാത്ത രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് നമുക്ക് നമ്മുടെ കപ്പ് കേക്കിൻ്റെ മോൾഡുകളെ കുറിച്ച് പറയുമ്പം. കപ്പ് കേക്കാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട്. ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെയുള്ള കപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും. ഈ കപ്പുകൾ നമ്മൾ വേണം. ഈ ഇങ്ങനത്തെ കപ്പിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പം നമുക്ക് അതിൻ്റേതായ ഒരു വിലയും പറയാം. ആ കപ്പിനൊക്കെ നമുക്കൊരു ആകർഷണീയതയുണ്ടല്ലേ. എപ്പോഴും പാക്കിങ്ങിലും പ്രസൻറ്റേഷനിലും ഒരു പ്രത്യേകത തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് പിള്ളേരുടെ ബർത്ത്ഡേക്കോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു കേക്കൊക്കെ ഒരു കേക്കൊക്കെ കൊടുക്കാൻ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 3 കപ്പ് കേക്കൊക്കെ നമുക്കൊരു അതിൻ്റെ ഒരു ബോണസ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ വിധ ഒരു ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അതൊക്കെ അവരെ അട്രാക്ട് ചെയ്യുന്ന കാര്യമാണ്, കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ആമുഖം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. ഇപ്പോൾ ഈ കപ്പ് കേക്ക് ഇതുപോലത്തെ പല ടൈപ്പ് കപ്പ് കേക്ക് കിട്ടും. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കപ്പ് കേക്ക് ആകുമ്പോൾ ഇങ്ങനെ വിടർത്തിയെടുക്കാം. ഇത് കണ്ടോ, ഇത് ഫ്ലെയർ അല്ലേ? ഈ ഫ്ലെയർ ആകുമ്പോൾ നമ്മൾ ഈ മോളിൽ പിടിച്ച് ഇതിങ്ങനെ വിടർത്തുമ്പോഴത്തേനും ഇതങ്ങ് വിടർന്നു പോരും. അന്നേരം നമുക്ക് ഈസി ആയിട്ട് കേക്ക് എടുക്കാൻ പറ്റും. അപ്പം നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇതെന്ന് പറയാൻ ഏറ്റവും സാധാരണ യൂസാണ്. ഇതിൻ്റെ വൈറ്റ് കിട്ടും, ബ്ലാക്ക് കിട്ടും. ഇനി അതെല്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള കളറുകളിലുള്ളത് കിട്ടും. അതുപോലെ തന്നെ ലവ് സൈനുള്ളത് കിട്ടും. പിന്നെ പിള്ളേരുടെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിള്ളേരുടെ ഫോട്ടോ ഉള്ളതോ അങ്ങനെയുള്ളതൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് നമ്മളത് വാങ്ങിക്കുക. അതുപോലെ ഇതൊക്കെ തന്നെ ഓൺലൈനിലും ഉണ്ട്. ഓൺലൈനിൽ നിന്നാണെങ്കിലും നമുക്ക് വാങ്ങിക്കാം. 25-ൻ്റെയും 50-ൻ്റെയും 100-ൻ്റെയും ഒക്കെ കെട്ടായിട്ടാണ്. നമ്മുടെ ആവശ്യം അനുസരിച്ച് എപ്പോഴും നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ കപ്പ് കേക്ക് ഒരു ബിസിനസ്സായിട്ട് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ 100-ൻ്റെ പാക്കറ്റൊക്കെ എടുക്കുകയാണ് എപ്പോഴും നമുക്ക് ലാഭമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. നമുക്കൊരു കപ്പ് കേക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട്
ആദ്യം നമുക്കൊരു ബൗളെടുക്കാം. അതിനുശേഷം നമുക്ക് ആദ്യം വേണ്ടത് ഒരു 2 മുട്ടയാണ്. ഇതാണ്, ഞാൻ 2 മുട്ട ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി വാനില എസൻസും കൂടെ ഒഴിക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ അളവിലാണ് നമ്മൾ വാനില എസൻസ് ചേർക്കേണ്ടത്. നമ്മൾ മുട്ടയുടെ കൂടെ തന്നെ ചേർക്കുമ്പം ഉള്ള ഇതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുട്ടയുടെ മുളുമ്പോണമൊക്കെ മാറിക്കിട്ടും. മുളുമ്പോണം ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് സാധിക്കും. നമ്മളത് ആദ്യം മുട്ടയൊന്ന് അടിക്കുക. ബീറ്റ് ചെയ്യുക. മുട്ട കാണുന്നുണ്ടല്ലോ. പതപ്പിച്ചതിന് ശേഷം നമുക്കതിനകത്തേക്ക് പഞ്ചസാര എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാര 1.5 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പം കപ്പെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ അളവ് കപ്പ്. ഇതൊരു കപ്പ് 250 ml ഒരു കപ്പാണ്. അപ്പം അതിൽ ഞാൻ പഞ്ചസാര എടുത്തിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുവാണേ. ഇത് കറക്റ്റ് 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തതിന് മിക്സിയിലൊന്ന് പൊടിച്ചുകൊണ്ട് വന്നു. അപ്പം നമുക്ക് പൊടിച്ചില്ലെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നേരെ അടിക്കണം. ഇത് പൊടിച്ചിട്ടാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. നമ്മളിനി ഈ പഞ്ചസാരയും ഈ മുട്ടയും കൂടെ നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് ബീറ്റ് ചെയ്യണേ. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതാണ് നമ്മുടെ മൈദ. ഇത് ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഈ കപ്പിന് അളവെന്ന് പറയുമ്പം നമ്മൾ അളവെടുക്കുന്നത് ഇങ്ങനെയാണ്. ഇത്രയും നല്ല വടിച്ചാണ് അളവെടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വടിച്ചാണ് നമ്മൾ അളവെടുക്കുന്നത്. ഇങ്ങനെ ഇത് 1.5 കപ്പ് മൈദയാണ് കേട്ടോ. ഈ ഒരു കപ്പും ഇത് 1/2 കപ്പാണ് 125 ml. അപ്പോൾ ഈ 125 ml കപ്പ്, അപ്പോൾ ഇതിനടിനും ഓരോ കപ്പ്. അതാണ് ഈ മൈദയുടെ അളവെന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ ചേർക്കാനുണ്ട്. അപ്പം അതിൽ നമുക്ക് ആദ്യം തന്നെ ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ നമ്മൾ 1 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. നമ്മുടെ അളവ് സ്പൂൺ ഇതുപോലെ കിട്ടും കേട്ടോ. നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത്. 1/2 ടീസ്പൂണ്, 1 ടീസ്പൂണ്, 1 ടേബിൾ സ്പൂണ്, 1/2 ടേബിൾ സ്പൂൺ, അങ്ങനെ ഈ അളവിൽ കിട്ടും. അപ്പോൾ ഇതാണ് 1 ടീസ്പൂൺ എന്ന് പറയുന്നത്. അതും നമ്മളെല്ലാം എടുക്കുന്ന അളവുകളെല്ലാം ഒരേപോലെ ആയിരിക്കണം. അളവ് ഇതിനകത്ത് വളരെ കറക്റ്റ് ആയിരിക്കണം. വേണ്ട, 1 ടീസ്പൂൺ അളവിലെടുത്തു. ബേക്കിംഗ് സോഡയാണ്. ഈ ബേക്കിംഗ് സോഡയും അതൊക്കെ നല്ല കമ്പനിയുടെ തന്നെ എടുക്കണം കേട്ടോ. ബേക്കിംഗ് സോഡ നമ്മൾ 1/2 ടീസ്പൂണാണ് എടുക്കുന്നത്. 1/2 ടീസ്പൂൺ. അതും ഇതുപോലെ തന്നെ നല്ലപോലെ വടിച്ച് നമ്മളെടുക്കുക. അങ്ങനെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നമ്മൾ ചേർക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു സാധനം കൂടെ ഉണ്ട്. ഉപ്പ്. അതും സ്വല്പം, ഒരു നുള്ളുപ്പ്. ഇപ്പോൾ ഇതാ, അതും കൂടെ നമ്മൾ അതിനകത്തേക്ക് ചേർത്തു. അത് മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി വയ്ക്കാം. നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സാണ് കേട്ടോ. നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഇതിങ്ങനെ ഒന്ന് ഇളക്കി നല്ലപോലെ ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ച് വയ്ക്കുക. മൈദയും ബേക്കിംഗ് പൗഡറും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിന് ഒരു മടിയും വിചാരിക്കണ്ട. നല്ല രീതിയിൽ
ചെയ്തു. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇത് കണ്ടോ, നമ്മുടെ അടിച്ചത് കണ്ടോ, നല്ല വൈറ്റ് കളർ പോലെ ആയില്ലേ. നല്ല വൈറ്റ് അല്ല, എന്നാലൊരു ആദ്യത്തെ മഞ്ഞ കളറൊക്കെ മാറിക്കണ്ടോ, ഒരു വൈറ്റ് യെല്ലോയിഷ് വൈറ്റ് ആയി അല്ലേ. നമ്മളതൊന്നുകൂടെ ഒന്ന് പഞ്ചസാര ഞാൻ പൊടിച്ച് ചേർത്തേക്കുന്ന കാരണം ഇത് നന്നായിട്ട് അരിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഒന്നുകൂടെ ഒന്ന് അടിച്ചു നമ്മൾ ഹൈ സ്പീഡിൽ തന്നെ ഇട്ട്, നമ്മൾ ഹൈ സ്പീഡ് എടുക്കുമ്പം ഫസ്റ്റ് നമ്മൾ ലോ സ്പീഡിൽ മുതൽ തുടങ്ങുക, എന്നിട്ട് ഓരോന്നോരോന്ന് കൂട്ടി ഹൈ സ്പീഡിലേക്ക് എടുക്കുക. ഇങ്ങനെ 1 1 2 3 4 അങ്ങനെയാണ് നമ്മൾ ഹൈ സ്പീഡിൽ എടുക്കുന്നത്. 10 തട്ടിൽ 4ാമത്തെ വരെ കൂടി വരിക. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടിയൊക്കെ ചേർക്കാനുണ്ട്. അത് ഫസ്റ്റ് നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ ഓയിലാണ്. അത് സൺഫ്ലവർ ഓയിലാണ്. ഇനി നമുക്ക് ബട്ടർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പം ബട്ടർ ആണെങ്കിൽ നമുക്ക് ഇപ്പം 1.5 കപ്പാണല്ലോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ 125 ഗ്രാം ബട്ടർ. ഒത്തിരി മെൽറ്റായി പോയ ബട്ടർ എടുക്കരുത്. ബട്ടർ ഒരു സ്വല്പം ഇതിലായിട്ട് തിക്കായിട്ട് തന്നെ എടുക്കുക. ഇത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ബട്ടർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുക്കുമ്പം ഇത് 1/2 കപ്പ് വേണം കേട്ടോ. ഇത് 1/2 കപ്പിൻ്റെ ഇതാണ്, അതായത് 125 ml. അപ്പം ഞാൻ ഇതിനകത്തേക്ക് എടുക്കാം. ml അതിനകത്ത് ചേർത്തു. ഇത് നമുക്ക് ഇതൊന്നോടെ ഒന്ന് അടിക്കാം. നല്ല ടെക്സ്ചർ നല്ലതായിട്ട് വന്നിരിക്കുന്നതാണ്. ഇനി നമ്മളിതൊന്ന് പയ്യെ മാറ്റി വെച്ചിട്ട് നമ്മളിനി നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന സാധനമില്ലേ, മൈദ ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടത്, അത് നമ്മളിതിനകത്തേക്കൊന്ന് അരിച്ച് ചേർക്കണം. സേവ് ചെയ്ത് ചേർക്കുക. കുറേശ്ശെ സേവ് ചെയ്ത് ചേർത്താൽ മതി. ഈ അരിച്ച് ചേർക്കാൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയൊക്കെ നമ്മളൊന്ന് ഇളക്കി വെക്കുമല്ലേ ഇത്. ഇനി അത് ഇളക്കി വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ടാണ് ഞാൻ ഒരു പ്രാവശ്യം സേവ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അപ്പം ഇത് എന്തെങ്കിലും ഇപ്പോൾ ബേക്കിംഗ് പൗഡറിൻ്റെ ഒക്കെ ആണെങ്കിലും സോഡാപ്പൊടിക്കാണെങ്കിലും കട്ടയൊക്കെ ചെറിയ കട്ടകൾ കാണും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ അതെല്ലാം പൊടിഞ്ഞ് ചേർന്നോളും. അല്ലെങ്കിൽ ഒരു സൈഡിൽ തന്നെ അത് കിടക്കരുത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും സീവ് ചെയ്യണം. 2-3 പ്രാവശ്യം സീവ് ചെയ്താൽ നല്ലതാണ്. നമ്മൾ ആദ്യത്തെ തുടക്കക്കാരാകുമ്പം അത് അങ്ങനെ തന്നെ സീവ് ചെയ്ത് പഠിക്കുകയാണ് നല്ലത്. ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. അപ്പം ഫസ്റ്റ് ഞാനപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കും. പാത്രത്തിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കും. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിതുപോലെ ഒരു പ്രാവശ്യമായിട്ട്, ഇപ്പം കുഴപ്പമില്ല. ഇത് നമ്മൾ പൊടി ചേർത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം. ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ മെഷീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും ചെറിയ സ്പീഡിൽ വളരെ ലോ ആയിട്ട്. ഇതിപ്പം അല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഫോൾഡിങ് മെത്തേഡാണ്. ഫോൾഡിങ് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ ചെറുതായിട്ടൊന്ന് ചെയ്യുന്നതേ ഉള്ളൂ. ഒത്തിരി ഇത് വേണ്ട. ചെറിയ ഇതിൽ ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ബാറ്റർ തിക്കാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 കപ്പ് പാല്, നമ്മളിവിടെ നമ്മുടെ അളവ് കപ്പിന് തന്നെ ഒരു 1/2 കപ്പ് പാല് റൂം ടെമ്പറേച്ചർ ചൂടാകരുത്, റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ചേക്കണം. അപ്പോൾ ഈ ബാറ്റർ തിക്കായി പോവുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒത്തിരി ഒന്നും എടുക്കേണ്ട, അതിനനുസരിച്ചുള്ള പാലും കൂടെ ചേർത്ത് വേണം
നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. അത് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഇപ്പം ചിലപ്പം എൻ്റെ ബട്ടറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ലൂസായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് ചെയ്യേണ്ട വരത്തില്ല, പാല് ചേർക്കേണ്ട ചിലപ്പോൾ വരത്തില്ല. ചിലപ്പോൾ ഒരു സ്പൂണൊക്കെ പാല് ചേർത്താൽ മതിയായിരിക്കും. അതിൻ്റെ ബാറ്റർ നീണ്ടു പോകരുത്. നമ്മൾ ഇതെല്ലാം മാറ്റി വയ്ക്കാം. നമുക്ക് പരിപാടി എഴുതാം. ഇതെല്ലാം കൂടെ ഇതുകൊണ്ട് നമ്മൾ ഓണാക്കാതെ തന്നെ ഇങ്ങനെയൊന്ന് മിക്സ് ആക്കാതെ നമ്മൾ അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊടിയെല്ലാം കൂടെ തെറിക്കും, പറന്നു. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ പയ്യെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം, പൊടിയെല്ലാം നനവ് യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഇതുകൊണ്ട് പയ്യെ ഒരു റൗണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ടാണ് ഈ ചെയ്യുന്നതെങ്കിൽ. അല്ല മറ്റതാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഇളക്കാൻ കയ്യിലൊരിച്ച് എന്നതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് എടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞ സ്പീഡിലാണ്, വളരെ സാവധാനത്തിൽ ഞാനിപ്പോൾ ഇത് കറക്കി കൊടുക്കുന്നതുണ്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ബാറ്ററി ഇച്ചിരി തിക്കാണ്. അപ്പോൾ ഒരു സ്വല്പം കൂടെ പാലൊഴിച്ച് കൊടുക്കണം. ഒത്തിരി വേണ്ട, 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫോൾഡിങ് മെത്തേഡെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അതുകൂടെ ഇത് കാണിച്ചു തരാം നിങ്ങളെ ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഫോൾഡിങ് മെത്തേഡ് എന്ന് പറയുമ്പം. ഇതുണ്ടോ, ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിങ്ങനെ വയ്ക്കുക. ഇങ്ങനെ ആണ് ഫോൾഡ് ചെയ്യുക എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ താഴേന്ന് കൊണ്ടുവന്ന് ഫോൾഡ് ചെയ്ത് മടക്കി എടുക്കുക. ഇതാണ് നമ്മൾ കേക്കിൻ്റെ എപ്പോഴും ചെയ്യേണ്ട ടെക്സ്ചർ. കണ്ടോ, ഇതിങ്ങനെ മാറ്റി വരുമ്പം ശരിയാവും. അങ്ങനെ ചെയ്യുമ്പം നമ്മൾ എല്ലാ മാവും ഒരുപോലെ അതിൻ്റെ കട്ടയെല്ലാം മാറി ഇങ്ങനെ വന്നോളും. ഇതാണ് നമ്മൾ ബാറ്റർ എടുക്കുമ്പം ഇങ്ങനെ മടങ്ങി വരുന്ന ഒരു സ്റ്റേജ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. കണ്ടോ, ഇങ്ങനെ മടങ്ങി ഒഴിക്കാൻ സാധിക്കണം. അതാണ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഓക്കെ, ഇനി നമ്മളിതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മുടെ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഓവൻ പ്രീഹീറ്റ് ചെയ്യേണ്ടത് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് നേരമാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇത് നമ്മുടെ കപ്പ് കേക്ക് ട്രേക്കകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മളത് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് കാണിച്ചു തരാം. ട്രേ ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന ട്രേ ആണ്. അപ്പോൾ ഇത് കപ്പ് കേക്കിൻ്റെ മോൾഡ് ഇതുപോലെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് കണ്ടോ, 50 എണ്ണത്തിൻ്റെ 100 എണ്ണത്തിൻ്റെ ഒക്കെ ഇങ്ങനെ കടലാസാണിത്. ഇത് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ നമ്മുടെ കപ്പ് കേക്കിൻ്റെ ഇതിനകത്തേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോ സ്പൂണിങ്ങനെ കോരി ഒഴിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. എന്നിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനകത്തേക്ക് 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിതൊന്ന് കാണിച്ചു തരാം. ഇതിനകത്തേക്ക് ഞാനൊരു 2 ടൈപ്പ് കൂടെ കാണിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനിത് വെച്ചത് ഇവിടെ നമ്മൾ ഒഴിക്കുമ്പം ഒരിക്കലും ഫുൾ ഒഴിക്കരുത്. ഒരര പാത്രമേ ഒഴിക്കാവുള്ളൂ. കാരണം ഇത് പൊങ്ങി വരുമല്ലോ, അല്ലെങ്കിൽ ഇത് നിറഞ്ഞു പോകും. നമ്മുടെ കടലാസ് പൊങ്ങിയായിരിക്കുന്നതെങ്കിലും അത് ഒഴിക്കുമ്പം താന്നോളും. പക്ഷേ നമ്മളെന്നേരം എന്തെങ്കിലും ഒന്ന് മടങ്ങിയിരിക്കുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഒന്ന് ശരിയാക്കി കൊടുത്താൽ മതി. കറക്റ്റാക്കി വെച്ച് കൊടുത്താൽ.
കപ്പ് കേക്കിൻ്റെ നമ്മളതെല്ലാം ഒഴിച്ചു സെറ്റാക്കി ഇനി നമുക്കത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ എൻ്റെ ഓവൻ ഇവിടെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്, വർക്കിംഗ് ആണ്. നമ്മൾ നോക്കുക, അരക്കപ്പ് എന്തെങ്കിലുമൊക്കെ തികയാതെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇച്ചിരി ചേർന്ന് ഒഴിച്ചു കൊടുക്കാം കറക്റ്റ്. അപ്പോൾ ഇതൊരു സെറ്റ്, ഒരു ടൈപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. ഇനി വേറൊരു ടൈപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബാറ്ററിലേക്ക് നമുക്ക് ഇച്ചിരി ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഇത് ചോക്കോ ചിപ്സാണ്. ഇവിടെ വനില കേക്കിൻ്റെ മിക്സ് അല്ലേ, ചോക്ലേറ്റ് കപ്പ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. ഇത് നമ്മളിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ, കുറച്ച് ബാറ്റർ നമ്മളിതിനകത്ത് എടുത്ത് വെച്ചതാണ്. ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ, ഇതാണ് ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർക്കാം. ഡാർക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കളറൊക്കെ കിട്ടും കേട്ടോ. നമുക്കൊരു ഇതിനുള്ളത് 1 കപ്പ് എടുത്തിട്ട് 1 കപ്പ് മാവിന് 1 ടേബിൾ സ്പൂൺ ആ ഒരു അളവിലെടുക്കുക. എന്നിട്ട് നമ്മൾ അതും ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ? എന്താ ഇത് നമ്മൾ ഫോൾഡിങ് മെത്തേഡിൽ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ഇച്ചിരി ടൈറ്റായി പോയി അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, ആ പാൽ ഇച്ചിരി ചേർക്കുക, എന്നിട്ട് ഇങ്ങോട്ടൊന്ന് വെക്കുക. ഈ കൊക്കോ പൗഡറും കൂടെ നമ്മൾ അരിച്ചെടുക്കുവാണെങ്കിൽ, ഞാൻ അരിക്കാൻ മറന്നുപോയി, അരിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ തരിയായിട്ട് കിടക്കത്തില്ല, പെട്ടെന്ന് ലൂസായി ഇതായി കിട്ടും കേട്ടോ. കാരണം ഇതിപ്പോൾ കട്ട ഇളകി വരണമല്ലോ കൊക്കോ പൗഡറിൻ്റെ. ഞാനത് അരിച്ചാണെങ്കിൽ നമുക്കത് നല്ല പൊടിയായിട്ട് തന്നെ ഇങ്ങനെ വരുമ്പം അത് ഈസി ആയിട്ട് നമുക്ക് ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടുമേ. ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതിന് വലിയ നമ്മൾ മേടിക്കുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം മേടിക്കണം. അത് ഇച്ചിരി വിലയായാലും അത് നോക്കി മേടിച്ചില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പം ഇത് പോകും. ഞാൻ എൻ്റെ ഒരെണ്ണം കാണിച്ചു തരാം, എക്സാമ്പിള്. വേണ്ട, ഞാനിത് ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. പക്ഷേ ഇതല്ല, ഇവിടെ എല്ലാം പൊടിഞ്ഞു പോകുന്നുണ്ടോ. നല്ല ഇനാമൽ കോട്ടിങ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ അകം തുരുമ്പെടുത്ത് ഇങ്ങനെ വല്ലാണ്ടായി പോവുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, എടുക്കുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റിയിൽ വേണം എടുക്കാനായിട്ട്. ഞാൻ കുറേ ഉപയോഗിച്ചതാണ്, എന്നാലും അല്ലെങ്കിൽ ഇത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. ഇതിപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊക്കോ പൗഡർ അരിക്കാതെ ചേർത്തുകൊണ്ട് ചെറിയ ചെറിയ കട്ടകളായിട്ട് ഇരിപ്പുണ്ട്. കുഴപ്പമില്ല, അത് ഇതായിക്കോളും. ഇനി ബാക്കിയുള്ളതിനകത്തേക്ക് നമുക്ക് ഈ ചോക്കോ ചിപ്സ് അങ്ങിടാം. ചോക്കോ ചിപ്സും കൂടെ ഇട്ട്, അപ്പോൾ ഇതിപ്പം 3 ടൈപ്പായില്ലേ. നമ്മൾ സിമ്പിൾ വാനില നമ്മൾ ചെയ്തു, അതിൻ്റെ പുറമെ നമ്മൾ ഇതുപോലെ കൊക്കോ പൗഡർ ചേർത്ത്, അതായത് നമ്മൾ എന്താ ചോക്ലേറ്റ് കപ്പ് കേക്കാണിത്. ചോക്കോ ചിപ്സ് ചേർത്ത് ഇതുപോലെ നമ്മളൊന്നുകൂടെ ഇളക്കുക. കണ്ടോ, ഇതാണ് നമ്മൾ ചോക്കോ ചിപ്സൊക്കെ ചേർത്ത് നമ്മൾ ഇങ്ങനെ ഇളക്കി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇത് എൻ്റെ കയ്യിലുള്ള ഒരു സിലിക്കണിൻ്റെ മോൾഡാട്ടോ, ഇത് സിലിക്കണാണിത്. അപ്പോൾ ഇത് നമ്മളിതുപോലെ തന്നെ ഇതിനകത്തേക്ക് വെച്ച്, എന്നിട്ട് നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡ് അതിനകത്ത് വയ്ക്കാം. വെച്ച് ഞാൻ കപ്പ് കേക്കിൻ്റെ മോൾഡ് അതിനകത്തേക്ക് വെച്ചു. അതിനകത്തെല്ലാം നമ്മൾ കപ്പ് കേക്കിൻ്റെ ഇതിൽ ഇറക്കി വെച്ചു. ഇനി നമുക്ക് ചെയ്യാൻ പോണത്, ഇപ്പം നമ്മൾ ചോക്ലേറ്റിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ, അപ്പം നമുക്കത് ആദ്യം ഇപ്പം നമ്മൾ കാണിച്ചില്ലേ അതൊന്ന് എടുക്കാം.
നമ്മുടെ അടുത്തത് ചോക്കോ ചിപ്സ് ഇട്ടിട്ടുള്ളത് ഉണ്ടോ. അപ്പോൾ നമുക്ക് മുറിക്കുമ്പോൾ ഇതെല്ലാം വ്യത്യാസം അറിയാൻ പറ്റുന്നത് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. അതിനകത്തെ എയർ ബബിൾസ് എല്ലാം പുറത്ത് പോകാനാട്ടോ. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിനകത്ത് വേറൊരു സൂത്രം കൂടെ കാണിച്ചു തരാം നിങ്ങളെ. അതായത് നമ്മൾ മാർബിൾ കേക്കൊക്കെ കണ്ടിട്ടില്ലേ. അപ്പം നമുക്ക് ഇതിനകത്ത് ഒരെണ്ണത്തിനകത്ത് നമുക്കൊന്ന് മാർബിൾ ഡിസൈൻ വരത്തക്ക രീതിയിൽ നമുക്ക് നോക്കാവേ. നമ്മൾ ഇങ്ങനെ വരും. നമുക്ക് പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കിയാൽ നന്നായിട്ട് കിട്ടും കേട്ടോ. ഞാനിതിപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. കപ്പ് കേക്കിനകത്ത് നമുക്ക് വെറൈറ്റികൾ സൃഷ്ടിക്കാമല്ലോ, അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഷേപ്പ് കണ്ടോ, അത്രേ ഉള്ളൂ. പിന്നെ വെന്തതിന് ശേഷം കാണിക്കാം. ഇത് കണ്ടോ, നമ്മൾ ബേക്ക് ചെയ്തെടുത്ത നമ്മുടെ കപ്പ് കേക്കുകളാണ്. ഇതിനകത്ത് നമ്മുടെ ചോക്ലേറ്റ് കേക്കുണ്ട്, പ്യുവർ വാനില കേക്കുണ്ട്, കപ്പ് കേക്കുകൾ. അതുപോലെ തന്നെ നമ്മൾ ചോക്കോ ചിപ്സ് ഇട്ട് ചെയ്തേക്കുന്ന കേക്കുകളുണ്ട്. അങ്ങനെ 3 വെറൈറ്റിയാണ് നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ 3 വെറൈറ്റിയാണ് ഇപ്പോൾ ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നത് കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു വാനില സ്പഞ്ച് നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. അതിൻ്റെയൊക്കെ ഇത് നമ്മളിങ്ങനെ ഒന്ന് തുറന്നാൽ മതി. ഇങ്ങനെ ഒന്ന് തുറന്നാൽ മതി. കണ്ടോ, ഇതിങ്ങനെ തുറന്ന് കഴിയുമ്പോൾ എടുക്കുമ്പം കണ്ടോ, നോക്കിയാൽ നല്ല സ്പഞ്ച് കണ്ടോ, നല്ല സോഫ്റ്റ് അല്ലേ നോക്കിയേ. ഇതാണ് നമ്മുടെ വാനിലയുടെ സ്പഞ്ച്. കണ്ടോ, പൊളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇനി അടുത്തത് നമ്മുടെ ചോക്ലേറ്റ്. ഇത് കണ്ടോ, ഇത് ചോക്ലേറ്റാണ്, പ്യുവർ ചോക്ലേറ്റാണ്. ചോക്ലേറ്റ് നമ്മൾ ചോക്ലേറ്റ് പൗഡർ, കൊക്കോ പൗഡർ നമുക്ക് ചേർത്തിട്ട് ചെയ്തതാണ്. ഇത് കണ്ടോ, അതും അതുപോലെ തന്നെ സ്പഞ്ച് കണ്ടോ, നല്ല സോഫ്റ്റാണ്. പൊളിച്ച് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ വരും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചോക്കോ ചിപ്സ് ഇട്ട് വെച്ചത് അല്ലേ. ഇതെല്ലാം നമ്മളിങ്ങനെ ഈ പേപ്പറിൽ ഇച്ചിരി ഓയിൽ തൂത്തിട്ട് വെച്ചാൽ മതി. ഇത് ചോക്കോ ചിപ്സ് ഇട്ട് വെച്ചത്. ഇതിനകത്ത് നമുക്ക് ചോക്കോ ചിപ്സ് കാണാം. കണ്ടോ, ഇത് കണ്ടോ, ചോക്കോ ചിപ്സ് കിടക്കുന്നത് കണ്ടോ. ഇതാണ് ചോക്കോ ചിപ്സ്, നമ്മളിട്ട ചോക്കോ ചിപ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എല്ലാം ഉണ്ട്. ദേ കണ്ടോ, ഇവിടെ മുകളിലുണ്ട്, ഇവിടെയുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് കൂടെ എല്ലാം ചോക്കോ ചിപ്സ് ഉണ്ട്. ദേ ഇതൊക്കെ നമ്മൾ ബൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കടിയായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ കടിക്കുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ് കേക്ക്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് എല്ലാവരും വീഡിയോ ഇടണം കേട്ടോ.